ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമിസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു യാത്ര പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് പാക്കിംഗ് വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ കുറച്ച് റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെതാ രാവിലെ 5 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 5:30 ഇനിയിപ്പോൾ മോർണിംഗ് വാക്കിന് പോവുകയാണ്. മുമ്പൊക്കെ വൈകുന്നേരമാണ് കേട്ടോ നടക്കാൻ ഇറങ്ങാറ്. ഇപ്പോൾ പിന്നെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിൽ രാവിലത്തേക്ക് മാറ്റി നോക്കിയതാണ്. രാവിലെ നമ്മൾ ഒരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ള് ഹാപ്പി ആയിട്ടിരിക്കാനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും കഴിയും കേട്ടോ. ഇതുപോലെ ഏതെങ്കിലും ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നടക്കാറുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാനും പിന്നെ എത്ര കിലോമീറ്റർ നടന്നു, എത്ര കാലറി ബേണായി എന്നൊക്കെ അറിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് അല്ലേ നടക്കാനായിട്ട്. നേരെ ഒന്നും വെളുത്തിട്ടില്ല, ഇരുട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മ്യൂസിക്കൊക്കെ കേട്ട് അങ്ങനെയാണ് കേട്ടോ നടക്കാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടെറസിന് മുകളിൽ തന്നെ അങ്ങനെ റൗണ്ട് അടിക്കും, വല്ലാത്തൊരു ബോറടി ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് മ്യൂസിക്കൊക്കെ കേട്ട് കഴിയുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നടക്കാനായിട്ട്. അങ്ങനെ എൻ്റെ നടത്തം തുടങ്ങി. ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും നല്ലോണം ടയേർഡായിട്ടോ. അപ്പോൾ പിന്നെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. തലേദിവസം രാത്രി മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായ മഴത്തുള്ളികൾ ഇങ്ങനെ തുണിയിരിക്കുന്ന ആ ഒരു കയറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ട് വീണ്ടും നടത്തു തുടങ്ങി. ഏകദേശം ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 6000 സ്റ്റെപ്സ് നടന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ നടത്തം കഴിഞ്ഞപ്പോഴേക്കും നേരവും വെളുത്തു. രാവിലെയുള്ള ആ ഒരു നടത്തം അന്നത്തെ ദിവസം ഫുള്ള് ഒരു റിലാക്സേഷനും മൈൻഡിനൊരു ഭയങ്കര ഹാപ്പിനെസ്സും തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും നടക്കാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സമയം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. നേരം നല്ലോണം വെളുത്തു. ഇനിയിപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും വെയിലും ചൂടും ഒക്കെ തുടങ്ങും. നടന്നത് കൊണ്ട് തന്നെ നല്ലോണം വിയർത്തിട്ടുണ്ട്. അപ്പോൾ വിയർപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുളിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഈ ഒരു തണുപ്പും ഒക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ വെറുതെ ഇരുന്നു. ഇനിയിപ്പം താഴെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം. അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി ഈ ഒരു ബോട്ടിൽ വെള്ളം നിറയ്ക്കലാണ്. ഇത് 1 ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ്. അപ്പം ആദ്യം ഇതിങ്ങനെ കുടിക്കും, പിന്നെ അത് ഒഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നിറച്ചിട്ട് അങ്ങനെ ഒരു 3 ലിറ്റർ വെള്ളം വരെ ഡെയിലി കുടിക്കാറുണ്ട്. ഇങ്ങനെ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് പണിക്കിടയിലും നമുക്ക് കുടിക്കാനായിട്ട് മറന്നു പോവില്ല. അല്ലെങ്കിൽ ഒട്ടും തന്നെ ഞാൻ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാറില്ല. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉഴുന്നും അരിയും ഒക്കെ തലേദിവസം രാത്രി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അഥവാ നമ്മൾ നേരത്തെ തന്നെ ദോശ ബാറ്റർ റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന രീതിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെ മാവ് റെഡിയാക്കി അതിലേക്ക് അല്പം ഉപ്പും സോഡാപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മാവ് ഫെർമെൻ്റ് ആയിട്ട് സെറ്റായിട്ടുണ്ടാവും. ഇതിനിടയിൽ കൂടി തന്നെ എല്ലാവർക്കുള്ള ചായയൊക്കെ കൊടുത്തു. നല്ല വിശപ്പ് തോന്നി. അപ്പോൾ പിന്നെ ഒരു ബ്രെഡും ഒരു ഗ്ലാസ് കട്ടനും കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ഇക്കാക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പോൾ ഹോട്ട് ബാഗിൽ കുറച്ച് വെള്ളം നിറച്ച് കൊടുത്തതാണ്. ആവി പിടിക്കാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് തന്നെ ചെയ്യാമല്ലോ ഈ ഒരു ബാഗിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ ആവിയൊക്കെ പിടിച്ചതിന് ശേഷം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കഥ പുറത്തേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പിന്നീട് വരും. അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് കിച്ചണിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ദോശയുടെ കൂടെ ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നല്ല കിട്ടിലും ചട്നിയാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഒട്ടും ഫ്ലോപ്പ് ആവില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഏലക്ക, ഒരു ബേ ലീഫ്,
2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു തക്കാളി, പിന്നെ കുറച്ച് അരിഞ്ഞ മല്ലിയിലയും കൂടി വേണം. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഒരു സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏലക്കയും പട്ടയും ബേ ലീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ചതച്ച ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സവാള വാടിക്കിട്ടും. അപ്പോൾ സവാള വാടി വരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ഒരു ചൂടത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ചെറിയൊരു വിശപ്പൊന്ന് ക്ഷമിക്കാനായിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് മതിയാവും. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടും കഴിക്കാം. എന്തായാലും കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പൊടികൾ. എന്നിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ഉള്ളിയും പൊടികളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ ഒരു വഴറ്റിയ ഉള്ളിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഉള്ളിയും ആ ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ബാക്കി ഉള്ളിയിലുള്ള ആ ഒരു ബേ ലീഫ് എടുത്ത് കളയാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരച്ച തക്കാളിയും ഉള്ളിയും ചേർന്ന ഒരു കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ, തീരെ ലൂസായിട്ടുള്ള ഒരു ചട്നിയല്ല. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പം അധികം കുക്കിംഗ് ഒന്നുമില്ല. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ദോശയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നും നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചട്നിയല്ലേ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റാണിത്. മസ്റ്റ് ട്രൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എനിക്ക് തരണം. ഇനിയിപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുകയാണ്. നല്ല ചൂട് മൊരുമൊരാന്നുള്ള ദോശയുടെ ഒപ്പം ആ ഒരു ചട്നി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ മക്കളുടെ ഒപ്പം കഴിക്കാനിരുന്നിട്ടില്ല. ഈ ഒരു ചോറും കൂടി ഒന്ന് റെഡിയാക്കിയതിന് ശേഷം റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പിന്നെ അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ. അപ്പോൾ ആ ഒരു സമയം തന്നെ അതിന് ചുറ്റുമുള്ള വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ട്, ഓയിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്തിട്ടു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണിയൊക്കെ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി റെഡിയായി കിട്ടി. ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറിയതാ. തുണി വിരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ താഴെ വന്നിട്ടുണ്ട്. ഓരോരോ ക്ലീനിങ് പണികളായിട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞതിന് ശേഷം മൊത്തത്തിൽ വീടൊന്ന് അടിച്ചു വാരിയിടുകയാണ്.
അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞു. പക്ഷേ ചോറുണ്ടാക്കിയതിന് ശേഷം ഞാൻ മീൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് 2 മണി 3 മണിയൊക്കെ ആയി. ഞാൻ എന്തെങ്കിലും ചെറിയ രസമോ അല്ലെങ്കിൽ കറിയോ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ മീൻ കറി കൊണ്ടുവരാം, പിന്നെ മീൻ ഫ്രൈയും അങ്ങനെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഇന്നിപ്പോൾ നെത്തോലി കറിയും നെത്തോലി ഫ്രൈയും ഒക്കെ കിട്ടി കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. കണവയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അപ്പോൾ പിന്നെ അതിനോട് മല്ലിട്ട് നിന്നാൽ എന്തായാലും 2-3 മണിയായില്ലേ, നല്ലോണം വിശപ്പ് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കാം, നമുക്ക് രാത്രി കഴിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതിനിടയിൽ ഇക്കാക്കുള്ള തണ്ണിമത്തനും കൂടി ഒന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ഉച്ച ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയതിന് ശേഷം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്തിട്ടിട്ട് കിച്ചണും ചെറുതായിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നീട് കിച്ചണിലേക്ക് വന്നതാണ്. അങ്ങനെ നമ്മുടെ ലേറ്റായിട്ട് കിട്ടിയ ആ ഒരു കൂന്തൽ അല്ലെങ്കിൽ കണവ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കൂന്തൽ വൃത്തിയാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മളതിൻ്റെ ആ ഒരു ഹെഡ് പാർട്ടിൽ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു കല്ല് പോലത്തെ ഒരു ഭാഗം ഉണ്ടാവും, കുറച്ച് ഹാർഡായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതിനെ എടുത്ത് കളയുക. എന്നിട്ട് വലുതാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വേസ്റ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കണ്ണില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുത്ത ഭാഗം അത് ഞാൻ എടുത്ത് കളയും കേട്ടോ. അപ്പോൾ ചിലർ കളയാറില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ചില കണവയിൽ ഇതുപോലെ നല്ല ബ്രൗൺ നിറത്തിൽ അതിൻ്റെ ഒരു തോലുണ്ടാവും, അപ്പോൾ അതും നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് പോലുള്ള അതിൻ്റെ ഒരു നട്ടെല്ലാണെന്ന് തോന്നുന്നു, അപ്പോൾ അതും നമുക്ക് എടുത്ത് കളയാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കണവയുടെ ഒരു ഹെഡിൻ്റെ ഒപ്പം തന്നെ ഒരു മഷി പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിപ്പോവാതെ നോക്കണം. അത് പൊട്ടിക്കഴിഞ്ഞാൽ കറി മൊത്തത്തിൽ ഒരു ചെറിയൊരു ബ്ലാക്ക് നിറം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കഴുകുന്നതിന് മുമ്പ് കണവ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് നിറമായി പോവും. അപ്പോൾ അത് പൊട്ടാതെ സൂക്ഷിക്കണം. അപ്പോൾ ഞാനിവിടെ അതിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചതാണ്. ഓൾറെഡി കുറച്ച് കൂന്തലൊക്കെ അതിൽ പൊട്ടിയിട്ട് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് മൊത്തത്തിൽ ആ വെള്ളം അങ്ങനെ കറുത്തു പോയത്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഹെഡിലുള്ള ആ ഒരു പല്ല് പോലത്തെ സംഭവം അതും കൂടി റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ആ ഒരു നട്ടെല്ല് ഭാഗവും കൂടി കളയുക. എന്നിട്ട് ഇതുപോലെ തോലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണവയ്ക്ക് നല്ല വൈറ്റ് നിറം കിട്ടും. അപ്പോൾ നമുക്ക് നല്ലോണം വൃത്തിയായതുപോലെ തോന്നും കേട്ടോ, ഒരു ഫീൽ ഉണ്ടാവും. എന്നിട്ട് ഇതിൻ്റെ ഒരു എഡ്ജ് ഭാഗമില്ലേ, കണവയുടെ ഏറ്റവും പുറകു ഭാഗം, അവിടെ ഇങ്ങനെ ഒരു കീറൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ മണ്ണുണ്ടെങ്കിൽ നമ്മൾ കഴുകുമ്പോഴേക്കും പെട്ടെന്ന് ക്ലീനായി കിട്ടും. കൂന്തലൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത്, അത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കണവയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചതാണ്. ഒന്നുകിൽ അത് രാത്രി എടുക്കാം, അല്ലെങ്കിൽ നാളെ എടുത്താലും മതി. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തു. ഇനിയിപ്പം കുറേയധികം തുണികൾ മടക്കാനുണ്ട്. അപ്പോൾ മെഷീനിൽ അലക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് തുണികളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എളുപ്പത്തിൽ മടക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 4-5 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചാണല്ലോ അലക്കാറുള്ളത്. അത് നമ്മൾ ആദ്യം തന്നെ ഓരോരുത്തരുടേതായിട്ട് സെപ്പറേറ്റ് ആക്കി മാറ്റുക. ഒരുമിച്ച് നമ്മൾ ഉണക്കി കൊണ്ടുവന്നതിന് ശേഷം അത് സെപ്പറേറ്റ് ആക്കി മാറ്റണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും മടക്കിയതിന് ശേഷം ഇത് ആരുടേതാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോഴേക്കും കുറേ സമയം നഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പണി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊരു ടിപ്പാണ്. പിന്നെ നമ്മൾ പാൻറ്റീസൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കവറിലോ അങ്ങനെ ബോക്സിലോ ഇട്ട് വെക്കുമ്പം ഒരുപാട് സ്പേസ് വേണ്ടി വരില്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പേസ് മതിയാവും. അപ്പോൾ അതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇനിയിപ്പോൾ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഞാനത് കബോർഡിലേക്ക് മാറ്റി. ഉടൻ തന്നെ കബോർഡിലേക്ക് മാറ്റിയാൽ ആ ഒരു പണി കഴിയും. ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ കിടന്നോളും. 2-3 ദിവസമാവും പിന്നെ അത് മാറ്റാനായിട്ട്. അപ്പോൾ വേഗം തന്നെ അത് നമ്മൾ കബോർഡിലേക്ക് മാറ്റുക. എന്നിട്ട് ഞാൻ കിച്ചണിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ മക്കളുടെ കസിൻസൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഒരു കണവ ഞാൻ ഉടൻ തന്നെ ഫ്രൈ ചെയ്യാണ് മക്കൾക്ക് കൊടുക്കാമെന്ന് കരുതി.
അപ്പോൾ എൻ്റെ മോളുടെയൊക്കെ സമപ്രായക്കാരാണ് അവർ, ഇക്കാടെ ബ്രദറിൻ്റെ മക്കളാണ്. അപ്പോൾ അവരൊന്നിച്ചിട്ട് ടി വി കാണാനും കളിക്കാനും ഒക്കെ വരികയാണ്. അപ്പോൾ അവർക്ക് രാത്രി ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു കണവ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് പോലെ ആക്കി ഒരു കറി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ദോശയുടെ മാവുണ്ടല്ലോ, അപ്പോൾ അതിന് ചുട്ടിട്ട് അതിനോടൊപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതും നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ആദ്യം കുറച്ച് സവാള ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് അല്പം പച്ചമുളകും മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി, തീരെ വെന്ത് കുഴയണ്ട. അതിലേക്ക് ഫ്രൈ ചെയ്ത കണവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണത്. ഒപ്പം ഞാൻ തേങ്ങയും പച്ചമുളകും വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂടെ റെഡിയാക്കി. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴേക്കിതാ മക്കളൊക്കെ വന്നു, അവർക്കുള്ള ഡ്രിങ്ക്സ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു പച്ചമാങ്ങ സ്ക്വാഷ് റെഡിയാക്കിയത്. അത് തന്നെയാണ് കേട്ടോ മക്കൾക്കുള്ള ഡ്രിങ്ക്. നല്ല അടിപൊളി ഡ്രിങ്കാണ്, നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ മക്കൾ വന്നു, അവരോടൊപ്പം കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഞാൻ പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി. അപ്പോൾ ഇത് മക്കൾ വന്നപ്പോൾ കൊണ്ടുവന്ന ഉണ്ണിയപ്പമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും ആ ഒരു ജ്യൂസും ഒക്കെ കഴിച്ചു. അങ്ങനെ അവർ പ്രേമലു ഫിലിമൊക്കെ കണ്ടു കുറേ നേരം. അങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ നൈറ്റ് ഡിന്നർ റെഡിയാക്കുകയാണ്. അപ്പോൾ ദോശയൊക്കെ ചുട്ടിട്ട് ആ ഒരു കണവ റോസ്റ്റുമായിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അന്ന് രാത്രി മക്കൾ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേന്നാണ് അവർ പോയത്. ഇനിയിപ്പോൾ ഒരു യാത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. യാത്ര വേറെ ഒരിടത്തേക്കുമല്ല, ഇക്കടെ ബ്രദറിൻ്റെ വീട്ടിലേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്കും പോകുന്നതാണ്. ബാഗ് പാക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 4 പേരൊക്കെ ഉള്ളവർക്ക് എന്ത് കൊണ്ടുപോകണം, മക്കളുടെ ഏത് സാധനം എടുക്കണം എന്നൊക്കെ അറിയാതെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ആദ്യം ഇതുപോലെ കട്ടിലിൽ നിരത്തി വെക്കുക. എത്ര ദിവസമാണോ നമ്മൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് അയൺ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ അയൺ ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് അയൺ ചെയ്യാമെന്ന് കരുതി. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടുന്ന ആ ഒരു ഡ്രസ്സും പിന്നെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇടാനുള്ള ഡ്രസ്സും നൈറ്റ് ഇടാനുള്ള ഡ്രസ്സും ഒക്കെ എടുത്തു വയ്ക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് മക്കളോടൊപ്പമൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകുമ്പം വേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് അതെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇതെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഒന്ന് പ്ലാനിങ്ങോടുകൂടി നമ്മളിത് ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ചുരിദാറാണെങ്കിൽ അതിൻ്റെ ടോപ്പ്, പാൻസ്, പിന്നെ ഇന്നർ എല്ലാം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ബാഗിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്ര ദിവസമാണോ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അത്രയും ദിവസത്തെ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് റോൾ ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു ബാഗിലിപ്പം ഞാൻ എൻ്റേതും മോളുടെയും ഡ്രസ്സും കൂടിയാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തുണികൾ അടുക്കി വെക്കുമ്പം പെട്ടെന്നൊന്നും എടുക്കില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു ഡ്രസ്സൊക്കെ ഏറ്റവും അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനത്തെ എൻ്റെയും മക്കളുടെയും തുണികളൊക്കെ ഞാൻ ഈ ഒരു ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ റോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് ആക്സസറീസ് നമുക്ക് കൊണ്ടുപോകാനുണ്ടാവുമല്ലോ. അപ്പോൾ മക്കളുടെ മേക്കപ്പ് സാധനങ്ങൾ, പിന്നെ ഹെയർ ബാൻഡ്, ബണ്ണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ ബഡ്സ്, നെയിൽ കട്ടർ, ചീപ്പ്, പിന്നെ സേഫ്റ്റി പിന്ന്, അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മറക്കാതെ തന്നെ എടുത്തു വെക്കണം. അപ്പോൾ അതൊക്കെ വലിയ ബോക്സിലൊക്കെ ആയിരിക്കും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൊണ്ടുപോകാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പാക്കറ്റിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുക. പിന്നെ ഏറ്റവും അത്യാവശ്യമായിട്ട് കുറച്ച് മെഡിസിൻസ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ട്രാവലിൽ കരുതുന്നത് നല്ലതായിരിക്കും. ആവശ്യം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു മുൻകരുതൽ എന്നോണം കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഡെയിലി ഉപയോഗിക്കുന്ന ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലുള്ള സിബ്ലോക്ക് കവറുകളിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എടുക്കാനും വെക്കാനും ഒക്കെ നല്ല ഈസി ആയിരിക്കും.
ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള സിപ്ലോക്ക് കവറൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഹർബറി ആയതുകൊണ്ട് ഈ ഒരു നട്ട്സ് ഒക്കെ വരുന്നില്ലേ, അങ്ങനത്തെ ഒരു സിപ്ലോക്ക് കവറൊക്കെ കളയാതെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഓരോന്നും ഇതുപോലെ തരംതിരിച്ചിട്ട് ഇതുപോലെ പ്രത്യേകം കവറുകളിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ട്രാൻസ്പാരൻ്റ് അല്ലാത്ത കവർ ആയതുകൊണ്ടാണ് ഞാനിതിൽ ഒരു വൈറ്റ് സെല്ലോ ടാപ്പ് ഇട്ടിട്ട് അങ്ങനെ ലേബൽ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മക്കൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അവരുടെ മേക്കപ്പ് സാധനങ്ങളും കോസ്റ്റ്യൂംസും ചീർപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലൊരു സിബ്ലോക്ക് കവറിലാക്കിയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ കവറിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് എടുക്കാനും വെക്കാനും ഒക്കെ പറ്റും. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇക്കാടെ ഡ്രസ്സാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അത് അയൺ ചെയ്ത ഡ്രസ്സാണ്, അതുകൊണ്ടാണ് അടിയിലൊന്നും വെക്കാതെ ഞാൻ ഏറ്റവും മുകളിലായിട്ട് വെച്ചത്, ചുളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ബാഗിൽ മാക്സിമം ഫില്ലാവുന്ന രീതിയിൽ ഞാൻ ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്ത് ഈ ഒരു ബാഗിലേക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ട്രൈപോഡ്, പിന്നെ മൈക്ക്, ബ്ലൂടൂത്ത്, ഹെഡ്ഫോൺസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, എല്ലാവരുടെയും ഫോണിൻ്റെ ചാർജറുകളും ഒക്കെ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് അതൊക്കെ നമ്മൾ ട്രെയിനിൽ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ തട്ടി പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് തുണികൾ വെച്ച് കൊടുക്കുകയാണ്. ഇനിയും അതിൽ സ്പേസ് ഉണ്ട്, അപ്പോൾ ബാക്കി ഡ്രസ്സും കൂടി ഇതുപോലെ റോൾ ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതാ മക്കളുടെ ഡ്രസ്സും അതുപോലെ ടോപ്പും ബോട്ടവും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെടുക്കുമ്പോൾ തന്നെ ആ ഒരു ബോട്ടവും കൂടി കിട്ടും. അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ നമ്മൾ തിരഞ്ഞുകൊണ്ട് ബാഗിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ വെക്കുക. പിന്നെ ഈ ഒരു ചെറിയ ഷോൾഡർ ബാഗിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ആധാർ കാർഡ്, പാൻ കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ നമ്മുടെ മൊബൈലും ഒക്കെ ജസ്റ്റ് ഒന്ന് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ടിപ്സും ട്രിക്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ പുതിയ വീഡിയോകളുമായി വീണ്ടും വരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.